ഓയ് ഞാനേ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഡൗൺ എന്ന് വെച്ചാൽ അമ്മാതിരി ഡൗണ്. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊന്നിനും കഴിവില്ല, ടാലന്റ് ഉണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ആരും ബൂസ്റ്റ് ചെയ്യുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ. അതായത് ഭയങ്കര മോശമായൊരവസ്ഥ, തകർന്നിരിക്കുക. അപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരനിയൻ, ഓക്കെ, എൻ്റെ ഒരു അനിയൻ, അവൻ എന്നോട് ഒരു കഥ പറഞ്ഞു തന്നു. ഞാൻ അവനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോടേക്ക് ചേച്ചി ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞു തരാം എന്നിട്ട് സ്റ്റോറി പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങളോട് പറയാം. അതായത് ചേച്ചിക്ക് അല്ല വേണ്ട, നിങ്ങളോടായിട്ട് പറയാം, ഓക്കെ. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു 200 പേജസിന്റെ ബുക്ക് വാങ്ങിത്തന്നു. ആ ബുക്കിന്റെ ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു സ്വിം, എങ്ങനെ നീന്താൻ പഠിക്കാം. ഇതാണ് ആ ബുക്കിന്റെ ഹെഡിങ്. ആ 200 പേജസിൽ എങ്ങനെ നീന്തണമെന്ന് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ കൈയിട്ടടിക്കണം, എങ്ങനെ കാലിട്ടടിക്കണം, എങ്ങനെ ശ്വാസം എടുക്കണം, എങ്ങനെ മുങ്ങാങ്കുഴി ഇട്ട് നീന്തണം, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളത് പഠിച്ചു, A to Z, എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ പറയും. ആ രീതിക്ക് നിങ്ങൾ അങ്ങ് പഠിച്ചു, ഓക്കെ, പ്രിപ്പയർഡ് ആണ്. ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു വലിയ പുഴയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒറ്റത്തള്ള് വെള്ളത്തിൽ വീണ് നീന്തുവോ? ഇല്ലല്ലേ. നീന്തണമെങ്കിൽ നീന്തി തന്നെ പഠിക്കണം, നീന്തണമെങ്കിൽ നീന്തി തന്നെ പഠിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എങ്കിൽ ഇറങ്ങി പണിയുക. ഇറങ്ങി പണിയാണ്ട് അവിടെ ഇവിടെ ഇരുന്ന് കരഞ്ഞ് എന്നെ ആരും ബൂസ്റ്റ് ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, കരഞ്ഞോണ്ട് അവിടെ തന്നെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് നീന്തണമെങ്കിൽ നീന്തി പഠിക്കണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ ഇറങ്ങി തന്നെ ചെയ്യുക. വേണോ ഇറങ്ങി ചെയ്യുക, ഓക്കെ. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലവ്. ടാറ്റാ.